ഹരിനന്ദയോട് ആരാ ക്ലാസ്സിലുള്ളേ? ആ വീഡിയോ ഓൺ ചെയ്തേ. ആ ശരി, ഓക്കെ. Sir, വായിച്ചാട്ടെ. the radius of an air bubble is increasing at the rate of 1/2 centimeter per second. At what rate is the volume of the bubble increasing when the radius is 1 centimeter? ഓക്കെ, എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു എയർ ബബിളിന്റെ റേഡിയസ് ഇൻക്രീസ് ആയതിന്റെ റേറ്റ് 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിന്റെ റേഡിയസ് 1 സെന്റിമീറ്റർ കൂടുമ്പോ ബബിളിന്റെ അങ്ങനല്ല, അതിന്റെ വോളിയത്തിനുണ്ടാകുന്ന ഇൻക്രീസ് കണ്ടുപിടിക്കണം. വോളിയത്തിനുണ്ടാകുന്ന ഇൻക്രീസിന്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് എത്ര സെന്റിമീറ്റർ? 1 സെന്റിമീറ്റർ. അപ്പോൾ ആൻസർ എഴുതാത്തവർ എഴുതുക എയർ ബബിൾ. ആൻസർ എന്ന് എഴുതിയിട്ട് എയർ ബബിൾ. ഓക്കെ, ഈ എയർ ബബിള് സാധാരണഗതിയിൽ ജോമെട്രിക്കലി എന്ത് ഷേപ്പിലായിരിക്കുന്നത്? സ്പെറിക്കൽ ഷേപ്പ്. എന്ത് ഷേപ്പാണ്? ആ സ്പെറിക്കൽ ഷേപ്പിലുള്ള വസ്തുവിന് നമ്മുടെ സ്ഫിയർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഫിയറിന് പ്രധാനപ്പെട്ട എത്ര മെഷർമെന്റ് ഉണ്ട്? ഒരു മെഷർമെന്റ്. അപ്പോൾ റേഡിയസ് ഈക്വൽ r. സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ എന്തായിട്ട് എടുത്തു? ഉണ്ടെന്നില്ല, സ്ഫിയറിന്റെ റേഡിയസ് എന്തായിട്ട് എടുത്തു? ആറായിട്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന മറ്റൊരാളെന്ന് പറയുന്നത് ഇതിന്റെ വോളിയമാണ്. സ്ഫിയറിന്റെ വോളിയം 4/3 πr ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ദ റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 0.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത് ആർക്കുണ്ടാകുന്ന ചേഞ്ചാണ് ഗായത്രി? അതെ, റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ടൈം. അപ്പൊ ഒന്ന് സിമ്പിളി പറയാമോ? dr/dt. എഴുതുക. dr/dt is equal to 1/2 centimeter per second. 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഇല്ല സർ. ഇല്ല. ഇനി നമ്മൾ ആ വോളിയത്തിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. v ഈക്വൽ 4/3 πr ക്യൂബ്. അപ്പം നമുക്ക് ആർക്കുണ്ടാകുന്ന ചേഞ്ചാ വേണ്ടത്? വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ടൈം. അപ്പം അടുത്ത വരിയിൽ ഡിഫറൻഷിയേറ്റിംഗ് മിണ്ടുന്നില്ലാരും. വിത്ത് റെസ്പെക്ട് ടു ടൈം. വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുമ്പോൾ എന്തോ കിട്ടും ഉത്തരം എന്ന് പറഞ്ഞാട്ടെ? dv/dt is equal to dv/dt is equal to പറഞ്ഞാട്ടെ 4/3 pi into 3r² into dr/d. 4/3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിങ്ങോട്ട് മാറ്റി നിർത്തി. പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിങ്ങോട്ട് മാറ്റി നിർത്തി. r ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഉണ്ടെന്നില്ല. 3r² into dr/dt. വേണ്ട, ഈ 3യും ഈ 3യും കൂടെ വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്തോ എഴുതി വെക്കാം? 4πr² into dr/dt. ഇനി ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. എത്രയാണ് ആ വാല്യൂ? 1/2. അപ്പൊ എഴുതുക അറ്റ്
r is equal to at r is equal to 1. അപ്പോൾ dv by dt is equal to 4 pi into 4 pi into 1 square into dr by dt യുടെ വില എത്ര? dr by 1 by dt 2. 1 by 2. 2. രണ്ട് ഈ 4ഉം ഈ 2 കൂടെ വെട്ടി എത്ര കിട്ടും? 2. അപ്പം 2 ഇൻറ്റു പൈ ഇൻറ്റു 1 സ്ക്വയർ. ആൻസർ 2 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, എസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഡൗട്ട് ചോദിച്ചവർ ഡൗട്ട് മാറിയോ? ഡൗട്ട് ചോദിച്ചവരുടെ ഡൗട്ട് മാറിയോ? ഓക്കെ, ഇനി ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇനി ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇല്ല സർ. ഇല്ല. ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത കണക്കിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. 13ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ 13ാമത്തെ ചോദ്യം മാളവിക ക്ലാസ്സിലുണ്ടോ? മാളവിക ക്ലാസ്സിലുണ്ടോ? ഇല്ല. തീർത്ഥയുണ്ടോ? തീർത്ഥ ഉണ്ട് സാർ. അപ്പൊ തീർത്ഥ 13ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. A balloon which always remains spherical has a variable diameter 3 by 2 into 2x plus 1. Find the rate of change of volume with respect to x. എന്താണ് തീർത്ഥ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ബലൂൺ അത് അതിന്റെ ഡയമീറ്റർ സ്പെറിക്കൽ ആയിട്ടുള്ള ബലൂണിന്റെ ഡയമീറ്റർ 3 by 2 into ബലൂൺ എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സ്പെറിക്കലാണ്. അപ്പോൾ എഴുതുക ബലൂൺ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ സ്ഫിയർ. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബലൂണാണ്. അത് എന്ത് ഷേപ്പിലാണ്? സ്ഫിയർ ഷേപ്പിലാണ്. ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ. എന്തോ ഈ വേരിയബിൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ 3 by 2 into 2x plus 1. അപ്പം നമുക്ക് എഴുതിക്കോളൂ. ഡയമീറ്റർ ഈക്വൽ, ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി ഈക്വൽ 3 by 2 into 2x plus 1. ഇതാണ് അതിൻ്റെ ഡയമീറ്റർ. നമുക്ക് ഡയമീറ്ററിനേക്കാൾ ആവശ്യം റേഡിയസാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം വിച്ച് ഇംപ്ലൈസ് റേഡിയസ് ഈക്വൽ ആർ ഈക്വൽ ഡി ബൈ 2. അതായത് 3 by 2 into 2x plus 1 the whole divided by 2. അപ്പം ഈ 3 by 2വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്ത് കിട്ടും ഉത്തരം? 3 by 4 into 2x plus 1. 3 by 4 into 2x plus 1 ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? റേഡിയസ്. ഇവിടെ വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അല്ലേ? അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നു വോളിയം ഈക്വൽ വോളിയത്തെ നമുക്ക് വി കൊണ്ട് സൂചിപ്പിക്കാന്ന് വിചാരിക്കുക. വി ഈക്വൽ പറഞ്ഞാട്ടെ സ്ഫിയറിന്റെ വോളിയം 4 by 3 pi r cube. 4 by 3 pi r cube ഈക്വൽ 4 by 3 ഇൻറ്റു പൈ ഇൻറ്റു എത്രയാണ് റേഡിയസ്? 3 by 4 into 2x plus 1. 3 by 4 into 2x plus 1. ഇതാണ് നമ്മുടെ റേഡിയസ്. ഈ റേഡിയസിന്റെ എന്ത് കണ്ടുപിടിക്കണം? ക്യൂബ്. അപ്പോൾ 4 by 3
വായിച്ചു കഴിഞ്ഞു. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇനി ഇതിൻ്റെ ക്യൂബ് എങ്ങനെ എടുക്കും? അതിനകത്ത് ആരെല്ലാം കിടപ്പുണ്ടോ അവരുടെ എല്ലാവരുടെയും ക്യൂബ് എടുക്കണം. 3ൻ്റെ ക്യൂബ് 27 ബൈ 4ൻ്റെ ക്യൂബ് 64 ഇൻറ്റു 2x + 1 ദ ഹോൾ ക്യൂബ്. അല്ല ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആരെങ്കിലും ഒക്കെ കട്ടായി പോകുമോ? ഇപ്പൊ കിട്ടിയ സ്റ്റെപ്പിൽ ആരെങ്കിലും കട്ടായി പോകുമോ? ഇത് ഞാൻ എല്ലാവരോടായിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റെപ്പിൽ ആരെങ്കിലും കട്ടായി പോകുമോ? പറഞ്ഞോട്ടെ. 64 ഉം 4 തമ്മിൽ കട്ട് ചെയ്യാം. 4ഉം 64 കട്ട് ചെയ്യാം. എത്ര കിട്ടും? 16. പിന്നെ 3ഉം 27 കട്ട് ചെയ്യാം 9. ഇനി ആരെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോ 9π/16 ഇൻറ്റു 2x + 1 2x + 1 the whole cube. 2x + 1 the whole cube. ഇതാണ് നമ്മുടെ വോളിയം. ഈ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു വാട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു വാട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എക്സ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ച് ദേവദത്തൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നതിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ച്. ഇതിന്റെ വോളിയത്തിന്റെ അല്ലേ? അതെ, വോളിയത്തിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പറയൂ. 9π/16 അല്ലല്ല, ഇടതുവശമുണ്ട്. dx ഈക്വൽ 9π/16. ഇനി ഈ കിടക്കുന്ന ആളിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 2x + 1 ദ ഹോൾ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എങ്ങനെ എടുക്കും ദേവദത്തെ പറഞ്ഞാട്ടെ. നമ്മൾ ഇത് ഏത് ചെയ്താ പോരായെന്ന്? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഓർക്കണം. ഡെറിവേറ്റീവ് എന്ത് വരും? 3x raised to n minus 1. അപ്പൊ 2x plus 1 by whole square. എന്നിട്ട് into d ഇതിനെ 2 ഇതിനെ x ആയിട്ട് വിളിച്ചതിനെ ഡെറിവേറ്റീവ് വരും. 2x + 1ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എന്ത് വരും? അപ്പൊ 2x + 2 into dx d ഇതിനെ x. അത് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാം. 2 into x ന്റെ ഡെറിവേറ്റീവ് ന്റെ ഡെറിവേറ്റീവ് x 1 ന്റെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എനിക്ക് പറഞ്ഞ ഡെറിവേറ്റീവ് എന്ത് വരും? 2 മാത്രം. 2. ഈ രണ്ടും ഈ 16 വെട്ടി എത്ര കിട്ടും? 8. ഇനി മറ്റൊരു വെട്ടാൻ പറ്റുമോ? 9 3 അല്ല പറ്റത്തില്ല. അപ്പൊ 9π × 3 80 അല്ല 27π. 27π into 2x + 1 the whole square divided by 8. ഇതാണ് ആർക്കുണ്ടായ ചേഞ്ച്? dv/. വോളിയത്തിനുണ്ടായ ചേഞ്ച്. ഓക്കെ. അപ്പോ ഈ 13ാമത്തെ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫംഗ്ഷൻ മാറത്തില്ലേ? അത് ഇൻസ്റ്റന്റേനിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ ആ ക്വസ്റ്റ്യൻ അമൂല്യ ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ട് സാർ. വായിച്ചോട്ടെ അമൂല്യ.
Sand is pouring from a pipe at the rate of 12 centimeter cube per second. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. How fast is the height of the sand cone increasing when the height is 4 centimeter? അപ്പൊ ഈ ചോദ്യം പറയുന്നത് ഒരു കോണിനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? കോൺ. നമ്മൾ Cone. പത്താം ക്ലാസ്സിൽ സോളിഡ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ച രണ്ടാമത്തെ ആളായ ആരെക്കുറിച്ചാണ് ചോദ്യത്തിൽ പറയുന്നത്? ഒരു കോൺ. ആ കോണ് നിങ്ങൾക്കറിയാം, അതിൻ്റെ ബേസ് സർക്കുലാർ ഷേപ്പിലായതുകൊണ്ട് അതിനൊരു റേഡിയസ് കാണും, അത് നമ്മൾ ആറെന്നെടുക്കുന്നു. അതിനൊരു ഹൈറ്റ് കാണും, അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എച്ച് ആയിട്ട് എടുക്കും. എല്ലാവരും ഈ ഫിഗർ ഒന്ന് റഫായിട്ട് വരച്ചാട്ടെ. എല്ലാവരും വരച്ചോ? എല്ലാവരും വരച്ചോ? ഓക്കെ. അപ്പോ ആരായിരുന്നു ചോദ്യം വായിച്ചുകൊണ്ടിരുന്നേ? അമൂല്യ. അമൂല്യ. അപ്പൊ അമൂല്യ ഓരോ സെന്റൻസ് ആയിട്ട് വായിച്ചേ. ഒന്നാമത്തെ വായിച്ചേ. Sand is pouring from a pipe at the rate of 12 centimeter cube per second. ഒരു സെക്കൻഡ്. എന്താണ് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം? 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡില് ഒരു പൈപ്പിലൂടെ സാൻഡ് ഇങ്ങനെ ഒഴുക്കി. സാധാരണ പൈപ്പ് തുറന്ന വെള്ളമാണ് വരുന്നത്. ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു പൈപ്പ്. ആ പൈപ്പ് തുറക്കുമ്പോൾ അതിനകത്ത് കൂടെ എന്ത് താഴോട്ട് വരും? മണൽ താഴോട്ട് വീഴും. ആ മണൽ താഴോട്ട് വീഴുന്നതിൻ്റെ റേറ്റാണ് പറഞ്ഞേക്കുന്നത് 12 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. കാരണം വോളിയമാണ് ക്യൂബിക് സെൻറ്റിമീറ്റർ പറയുന്നത്. അങ്ങനെ വോളിയത്തിൽ എന്ത് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു? സാൻഡ്. അപ്പോൾ അതിനകത്ത് ഒരു ഡിജിറ്റ് അവിടെ വന്നിട്ടുണ്ട്, 12 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ബാക്കി വായിച്ചാട്ടെ. The falling sand forms a cone on the ground. അവിടെ കോമയിട്. The falling sand forms a cone on the ground. അവിടെ ഒരു കോമ ഇടണം. ഓൺ ദ ഗ്രൗണ്ട് കഴിയുമ്പോൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന മണലുണ്ടല്ലോ, ആ മണല് എന്ത് ഷേപ്പിലേക്കാണ് ആകുന്നത്? ഒരു കോണിൻ്റെ ഷേപ്പിൽ. അതാണ് ഞാനിവിടെ എന്ത് വരച്ച് വെച്ചേക്കുന്നത്? ഒരു കോൺ വരച്ച് വെച്ചേക്കുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ്, വെറുതെ വീഴുമല്ല, ആ വീഴുന്നതിനൊരു കണ്ടീഷനുണ്ട്. പറഞ്ഞാട്ടെ. The height of the cone is always 1/6 of the radius of the base. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ബന്ധം. എന്താ പറഞ്ഞേക്കുന്നത്? ദ ഹൈറ്റ് ഓഫ് ദ കോൺ. കോണിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഓൾവേസ്, എല്ലായ്പ്പോഴും എങ്ങനായിരിക്കണം? 1/6 ഓഫ് ദി റേഡിയസ് ഓഫ് ദി ബേസ്. ബേസ് റേഡിയസിൻ്റെ 1/6 ആയിരിക്കണം, 1/6 ആര് വരേണ്ടത്? അല്ല, ഹൈറ്റ്. ബേസ് റേഡിയസിൻ്റെ 1/6 അതിൻ്റെ എന്ത് വരേണ്ടത്? കുട്ടികൾ മിണ്ടുന്നില്ല. എന്ത് വരേണ്ടത്? തിരിച്ചു പറഞ്ഞാൽ ഹൈറ്റിൻ്റെ 6 ഇരട്ടിയായിരിക്കും ബേസ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ബേസിൻ്റെ 1/6 ഹൈറ്റ്. ക്ലിയർ ആയോടെ? ക്ലിയർ ആയി സർ. ഓക്കെ. ബാക്കി വായിച്ചാട്ടെ മൂല്യ ചോദ്യം. How fast is the height of the sand cone increasing when the height is 4 centimeter? ഇൻക്രീസിങ് ആയിരിക്കുമ്പോൾ ഒരു കോമ ഇടണം. How fast is the height of the sand cone increasing? അപ്പോൾ ഈ കോണിൻ്റെ ഹൈറ്റിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെങ്കിൽ when the height is 4 centimeter. അത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോടെ? മനസ്സിലായി സർ. ഓക്കെ. പടം എല്ലാവരും വരച്ചായിരുന്നല്ലോ. എഴുതിക്കോളൂ. റേഡിയസ് ഈക്വൽ മിണ്ടുന്നില്ല. R. ഹൈറ്റ് ഈക്വൽ H. ഇവർ തമ്മിലുള്ള എന്തോ ഒരു ബന്ധം
നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ ആതിരെ. Height ഉം, height of the cone 1/6 of the ഉം. radius of the base ആണ്. അതൊന്ന് സിമ്പിളി പറയാമോ? ഈ പറഞ്ഞ കാര്യം ഒന്ന് സിമ്പിൾ ഉപയോഗിച്ച് പറയാമോ? 1/6 into r ആണ്. ആ അപ്പോൾ h ഈക്വൽ 1/6 into r. അപ്പോൾ അതിന് വരെ സ്മോൾ r/6 എന്ന് എഴുതിയാൽ പോരെ? മതി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തോ കിട്ടും? 6h equal r. തിരിച്ചെഴുതിയാൽ r ഈക്വൽ 6h. ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല സാർ. അപ്പം ഇതൊരു റിലേഷനാണ്, r ഈക്വൽ 6h. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഏതാണ്ട് വോളിയത്തെക്കുറിച്ചൊരു ചോദ്യത്തിൽ ഒരു സംഗതി പറയുന്നുണ്ടല്ലോ. ഒന്ന് ആ ചോദ്യം തുടങ്ങുന്നിടത്തൊരു 12 ഇല്ലയോ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നൊരു സാധനം പറയുന്നില്ലയോ? അപ്പോൾ എഴുതിയാട്ടെ, വോളിയം ഈക്വൽ വോളിയം ഈക്വൽ, വോളിയത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ഈക്വൽ പറഞ്ഞാട്ടെ കോണിൻ്റെ വോളിയം 10 ക്ലാസ് പിടിച്ചതാ 1/3 pi r square h. 1/3 pi r സ്ക്വയർ എച്ച് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു പൈ ഇൻറ്റു 6h square. 6h ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരാം. അതെങ്ങനെ ഇവിടെ 6h വന്നേ? r ഈസ് ഈക്വൽ ടു 6h നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, വി ഈക്വൽ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 6hൻ്റെ സ്ക്വയർ 36h square. h സ്ക്വയർ ഇൻറ്റു എച്ച്. ഈ 3 36 വെട്ടി എത്ര കിട്ടും? 12. അപ്പോൾ വി ഈക്വൽ എന്തോ കിട്ടും ആർക്കെങ്കിലും പറയാമോ? 12 പൈ എച്ച് ക്യൂബ്. ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഡൗട്ട് ഇല്ല സാർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യനകത്തിൽ തുടങ്ങുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. പറഞ്ഞോ അതിലേ. dv/dt ഈക്വൽ 12 പൈയും കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റി നിർത്തി എച്ചിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് 3h സ്ക്വയർ ടി ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 3h സ്ക്വയർ ഇൻറ്റു h. 3h സ്ക്വയർ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 3h സ്ക്വയർ dh/dt. ഇൻറ്റു dh/dt. കാരണം വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ dv/dt എന്ത് വരും പറഞ്ഞാട്ടെ? 36 പൈ എച്ച് സ്ക്വയർ ഇൻറ്റു dh/dt. അപ്പോൾ അത് വരച്ച് ബോക്സിലിടുക. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇവിടെ വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ ഇതേ വാല്യൂ ക്വസ്റ്റ്യനകത്തിലുണ്ട്. എത്ര? അപ്പോൾ എഴുതുക, dv/dt ഈസ് ഈക്വൽ ടു dv/dt ഈസ് ഈക്വൽ ടു dv/dt ഈസ് ഈക്വൽ ടു രണ്ട് പിള്ളേരും ഉണ്ടായിരിക്കുന്നു. ക്വസ്റ്റ്യനകത്ത് തുടങ്ങുന്നത് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് എവിടെ പറയുന്നുണ്ട്? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇത് തന്നെയല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച dv/dt. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ dv/dt സ്ഥാനത്തോട് എന്തിട്ട് കൊടുക്കാം? 36 pi h സ്ക്വയർ ഇൻറ്റു 12 ഈക്വൽ 36 പൈ എച്ച് സ്ക്വയർ ഇൻറ്റു
dh by dt. dh by dt എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് dh by dt യുടെ വില എന്തോ കിട്ടും? മിണ്ടുന്നില്ല. 12 by 36 pi h square. pi h square. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ 12ഉം ഈ 36 വെട്ടി എത്ര കിട്ടും? 3. അപ്പൊ dh by dt is equal to 3 1 by 3 pi h square. ഓക്കെ. പിന്നെ ഫൗസിയ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് സാർ. ഫൗസിയ ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യന്റെ അവസാന ഭാഗത്ത് ഒരാളുടെ വില പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ, ആരുടെ വിലയാ? ആരുടെ വിലയാ? ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അതിന്റെ അവസാന ഭാഗത്ത് ഒരാളുടെ വില ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ആരുടെ വിലയാ? കൊണ്ട് മിണ്ടുന്നില്ല. ഏറ്റവും അവസാന ഭാഗത്ത് ഒരാളുടെ വില പറയുന്നുണ്ട്. കണ്ടില്ലയോ ഓസിയ? കണ്ടില്ലയോ സാർ? ഞാൻ നോക്കുക. ഏറ്റവും അവസാനം, അതാണ് ഹിന്റ്. കണ്ടില്ലയോ? ഹൈറ്റ് അല്ലേ? 4 സെന്റിമീറ്റർ. എച്ച് എത്ര തന്നിട്ടുണ്ട്? അപ്പൊ എഴുതുക h ഈക്വൽ 4 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എച്ചിന്റെ വില 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തൊട്ട് മുകളിലോട്ട് കൊടുക്കുമ്പോൾ dh by dt is equal to 1/3 into pi into h എത്ര? ഉള്ളരെ h എത്ര? 4. അപ്പൊ 1/4ന്റെ സ്ക്വയർ 16, 16നെ 3 കൊണ്ട് ഗുണിച്ചാൽ 48 പൈ അല്ലേ? 1/48 പൈ. യൂണിറ്റ് കൂടെ പറയൂ. ഹൈറ്റിനുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, യൂണിറ്റ് പറയൂ. സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഈ കണക്കിൽ ഡൗട്ട് ചോദിച്ച ആളുകൾക്കെല്ലാം ഡൗട്ട് മാറിയോ? ഓക്കെ. ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഹരികൃഷ്ണയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഓക്കെ. എഴുതി കഴിഞ്ഞു. കണ്ടുപിടിച്ചാൽ ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15, 16, 18 ഇത് മൂന്നും കൊമേഴ്സുകാർക്കുള്ളതാണ്. അപ്പം നിലവിൽ നമ്മുടെ കൊമേഴ്സുകാർ 2 പേരാണ്. ഒന്ന് വർഷയും 2 ആരണ്യം. അപ്പം അവർക്ക് 2 പേർക്ക് മാത്രമായിട്ട് ആ പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി പിന്നുള്ളത് ഏതായിരുന്നു ചോദ്യം? ആരും മിണ്ടുന്നില്ല. ഇനി ഒരു ചോദ്യം കൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 17 അല്ലേ? 17ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 17ാമത്തെ ചോദ്യം ഹരിനന്ദി ഒന്ന് വായിച്ചേ. The rate of change of area of a circle with respect to its radius r at r equals 6 centimeter. അപ്പൊ എന്താണ് ഹരിനന്ദി ചോദ്യത്തിന്റെ അർത്ഥം?
ഏരിയ കണ്ടുപിടിക്കാൻ. അയ്യോ അങ്ങനല്ല, ഒരു സർക്കിളിന്റെ ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു എന്തിനനുസരിച്ച്? റേഡിയസിന് അനുസരിച്ച്. ഓക്കെ, എങ്ങനെയാണ് ഹരിനന്ദ ഉത്തരം എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. ഏരിയ ഈക്വൽ പൈ ആർ സ്ക്വയർ. അയ്യോ നേരെ അങ്ങോട്ട് പോവല്ല, ആദ്യം സർക്കിൾ എന്ന ഹെഡിങ് കൊടുക്കണം. കൊടുത്തായിരുന്നോ? വെറുതെ എഴുതി വെക്കരുത്, ആദ്യം സർക്കിൾ എന്ന ഹെഡിങ് കൊടുക്കണം. റേഡിയസ് ഈക്വൽ ആർ, ഏരിയ ഈക്വൽ എ ഈക്വൽ പറഞ്ഞാട്ടെ പൈ ആർ സ്ക്വയർ. ആർക്കുണ്ടാകുന്ന ചേഞ്ചാ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ്. അല്ലല്ലോ, ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വാട്ട്സ്? റേഡിയസ്. റേഡിയസ്. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ. പറഞ്ഞാട്ടെ, പറ പിള്ളേരെ. ഡി എ ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r. അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയാൽ 2πr. ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആറിന്റെ വില പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ആറിന്റെ വില? 6. അപ്പൊ r ഈക്വൽ 6. പറഞ്ഞാട്ടെ, ഡി എ ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു 2π into 6. 2π into 6 ഈക്വൽ 12π. 12π സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നതിനകത്തിലുണ്ടോ? ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ഏതായിരുന്നു? ബി. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്തു? ഹലോ, ആ ടോപ്പിക്കിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സെക്ഷൻ എന്ത് ചെയ്തു? പിള്ളേരെ എന്ത് ചെയ്തെന്ന്? കംപ്ലീറ്റ്. ഓക്കെ,